ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ്. ഞങ്ങൾ ഇന്ന് എവിടെയുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഞങ്ങളുടെ നാട്ടിൽ ഭയങ്കര വലിയ പൂരം നടക്കാൻ പോവാണ്. പൂരം വന്നതോടെ ഗൈസ് നമുക്ക് പെരിയിൽ ഒരു സൗകര്യമല്ല. ഇവിടെ ജിലേബി ഉണ്ട്, അതേപോലെ തന്നെ അലുവ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഗൈസ് വലിച്ചു നിർത്തി കൊണ്ടു നിൽക്കുകയാണ് അല്ലേ മമ്മ? എന്താ പറയാളേ? എന്താ പറയല, എൻ്റെ അമ്മക്ക് ജിലേബി എന്ന് പറഞ്ഞ വലിയ ജീവനാണ്. അപ്പോൾ ഗൈസ് ആ ഒരു കാരണം കൊണ്ടും പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകതരമായ കാര്യമുണ്ട്. എടാ നിങ്ങളെ കട അവിടെ തന്നെയല്ലേ? അതെ ഗൈസ്, നമ്മളെ താത്താൻ്റെ മക്കളവിടെ കട ഇട്ടിരിക്കണം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളിപ്പം ഗൈസ് റിസ്വാനുണ്ട്. വാ ഗൈസ്, ഇവനിൻ്റെ ഒപ്പം ചെറുപ്പം തൊട്ട് പഠിച്ചതായിരുന്നു. പക്ഷെ ഇവനങ്ങനെ ഞങ്ങളെ പരിക്കൊന്നും വരലില്ല. ആദ്യമൊക്കെ വന്നിനി, പിന്നെ വരവില്ല. എന്താണാവോ നമുക്ക് പരിപാടി പറ, എന്താ വരാത്ത പറ പേര്? ഒന്നുമില്ല, ടൈമില്ലടാ ഗൈസ്, നമുക്ക് ടൈമില്ല. എന്നാ വാ നമുക്ക് ഉള്ളിൽ കയറാം. അടുത്ത പൂരം ചാത്തമുണ്ട പൂരം. ഇതിനു മുമ്പ് കൈ സുൽത്താൻപടി പൂരം ഉണ്ടായിനി ഇല്ലേ? സുൽത്താൻപടി അല്ല, ചൂരക്കണ്ടി പൂരം. അതിനൊന്നും കഴിച്ച് ഞങ്ങൾ പോയിട്ടില്ല. അമ്മ മുമ്പിലടക്കി, ബാക്കിലല്ല. അവിടെ നമ്മൾ ചെറുക്കന്മാരെ കട ഉണ്ട്, അങ്ങോട്ട് വിട്ടോളി. ചെറുക്കന്മാരെ ആരെങ്കിലും ഉമ്മാക്ക് നമുക്ക് അറിയാം. ഞാൻ പോലും പറഞ്ഞേടാ, ഞാൻ പെരുന്നാൾ ലേറ്റ് എടുക്കാൻ മറന്നു കഴിച്ച്. നമ്മളെ ചെറുക്കന്മാരെ കടയിൽ ലേറ്റ് ഇല്ല കേട്ടോ. ലേറ്റ് ഇല്ലാതെ എടാ അതാ തെയ്യം എന്താ വരുന്നത്? തെയ്യം നോക്കി നോക്കി സൂം ചെയ്ത് ആരാണ്? നമ്മളെ കച്ചവടം ഇതാ ഭക്ഷണത്തിന് കഴിച്ച് ഞാൻ പരിചയപ്പെടുത്തി തരാട്ടോ. ഇതാരാന്ന്? ഇതാണ് ഇതാരമ്മ? അത് മുന്നന്റെ ആരോ കുടുംബക്കാര് കുട്ടിയാണ്. ഞാൻ പറഞ്ഞുതരാം, ഞങ്ങളെ ലൈഫിൽ പഠിച്ചണ അന്തം വെക്കണ കാര്യം മുന്നേ വന്നു, ഞങ്ങൾക്ക് അന്തം വെച്ചില്ല. ഇപ്പല്ല ഇതാ അന്തം വെക്കണ ടൈം ഇതാ. മുന്നേന്റെ അനിയെന്ന് പറഞ്ഞ ചെക്കം ഇതാ ഞങ്ങളെ താത്താന്റെ ഒപ്പം വന്നു. താത്താന്റെ മകന്റെ ലേറ്റ് കിട്ടുണ്ടോ? ലേറ്റ് കുറവാട്ടാ. ഈ പൊട്ടനോട് ഞാൻ പറഞ്ഞാണ്, അതിനോട് ഞാൻ എന്താ പറഞ്ഞേ? ലേറ്റ് വിറ്റ് ഞാൻ പറഞ്ഞില്ലേ? ഇന്റെ വണ്ടി മൊത്തം ഒരു സംശയമില്ല കഴിച്ച്, ഇത് മുന്നേ ബാക്കിയാന്നല്ലേ. ഇനി എനിക്കെന്താ പറയുള്ളത്? ഒന്നുമില്ല, ഒന്നും പറയല്ലോ. മുന്നേ മൈക്കനെ കഴിച്ചു അങ്ങനെ ഒന്നും പറയണ. പാട്ട് പറഞ്ഞോ, പാട്ട് പറഞ്ഞോ. ഇജ്ജ് നേരത്തെ അതിനൊന്നും ടൈമില്ല. ആരാടാ കൊലിക്കണേ? ആരെ കൊലിക്കണിച്ചോ? ഉമ്മ ആരാന്നൊന്നും അറിയില്ലോ. വെട്ട് കിട്ടും. അതല്ല തെയ്യത്തിന് കടി കിട്ടാ. എടാ ഇത് ആരെ കടയെന്ന് കൂടി പറഞ്ഞു കൊടുക്കി. ഇത് ആരെ കട? ഇബലെ കട. പാർട്ണർഷിപ്പ് ആണ് കേട്ടോ. മനക്കെന്താ നീച്ച് നിൽക്ക്. കടനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? കച്ചവടം വരുന്നില്ല എന്നാണ്. ഇപ്പൊ നമുക്ക് ഉണ്ടല്ലോ ഗൈസ്, എക്സ്ക്ലൂസീവ് ആയ ഒരു ന്യൂസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിരിക്കുകയാണ്. ഇവിടെ ഇതുവരെ ആയിട്ട് കച്ചവടം ഒന്നും നടന്നിട്ടില്ല. കച്ചവടം നടക്കണമെന്നുണ്ടെങ്കിൽ ഇവൻ പാട്ട് ഞാൻ പറഞ്ഞുതരാം. കച്ചവടം വേണോ? പാട്ട് പാടി കഴിഞ്ഞാൽ ഇവിടുന്ന് 5 സാധനങ്ങൾ പോകും. 5 1 2 3 4 5 സാധനങ്ങൾ പോകും. അപ്പൊ ഈ നല്ല പാട്ട് പാടണം. ഉമ്മ എന്താ പറയാനുള്ളത്? പാട്ട് പാട്. മൈക്കാൻ്റെ അടുത്താണ് കേട്ടോ. നീ ഇജാ പാട്ട് പാടേണ്ടത്. ഇങ്ങോട്ട് എടുത്തുക്കോടാ ചെറുക്കനെ പാട്ട്. കുലുക്കിയിട്ട് പാട്ട് പറഞ്ഞേ, എന്നാലും സാധനം വാങ്ങണം. അതിന് കടിയിൽ കച്ചവടമാണെന്നുണ്ടെങ്കിൽ പാട്ട് പാടുമ്പോ എന്തോ ആവട്ടെ. ഇപ്പൊ പാട്ട് ഞങ്ങൾ പാടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പാടിയിട്ട് ഞങ്ങളെ ഇംപ്രസ് ചെയ്യിപ്പിച്ചു. ഇംപ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ. ഓക്കെ, ഇതിലെന്താ മുണ്ടല്ലേ ഒരാളെ പറഞ്ഞല്ലോ. എടാ ചെങ്ങ, ഏത് പാട്ടെങ്കിലും പാട്. ഞാൻ നേരത്തെ വന്നപ്പോ എന്തിനോട് പറഞ്ഞേ? ഞാൻ പാട്ടാടും. എന്നാ പാടി. അതാണ് പാടേണ്ടത്. പാട്ട് പാടട്ടോ. നീ മുണ്ടല്ലേ, ഞാനും മുണ്ടല്ലേ. പാട്ട് പാട്. പാട്ട് പാടി. അല്ല ഞങ്ങളിപ്പോ പോട്ടോ അപ്പുറത്തെ കടി പോകും. അല്ലെങ്കിൽ ഇപ്പൊ അപ്പുറത്തെ കടി പോകും, അവിടെ സാധനം വാങ്ങും. അപ്പൊ ഇത് നല്ല പാട്ട് കേൾക്കണം. ആടാടി ആടാടി ആടാടാടി. ഇതേ പാട്ടാ പാടേണ്ടത്. മരച്ചടങ്ങിന് പോയ പാട്ടല്ല. എങ്ങനെയാലും പാട്ട് ചെങ്ങായി പറഞ്ഞില്ലല്ലോ. എന്നാ നമുക്ക് അപ്പുറത്തെ കടി പോവാം. വലിയ കച്ചവടം നടക്കാത്തതിന് കാരണം മനസ്സിലായില്ലേ? ഒരൊറ്റ ആൾ ആക്റ്റീവ് അല്ല. ഇതിലാരും പാടൂലല്ലോ. ഇല്ലല്ലോ? പാടുവോ?
പാടുവോ ഇജ്ജ് പാടുവോ? ഗൈസ് ഒരാൾ കടന്നു വന്നിട്ടുണ്ട് പാടുവോ നല്ല പാട്ട് പാടി കഴിഞ്ഞാ ആ നല്ല പാട്ട് പാടി കഴിഞ്ഞാ ആടാ ഒരു കുലിക്ക് എത്ര 10 30 150 റുപ്യന്റെ സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങിപ്പോവും അപ്പൊ നല്ല പാട്ട് പാടിക്കോളൂ പാട്ട് പാടണം അല്ല ഇപ്പൊ അപ്പുറത്തെ അടി പോകും നല്ല ഉറക്ക പാടട്ടെ ആ പാടിക്കോ പട്ടെടുത്ത മുമ്പിൽ വന്ന പെണ്ണേ നീ മുത്തുമാല കോർത്ത് വെച്ചതാർക്ക് വേണ്ടി പാടിയടാ, ഒന്ന് സഹായിക്കടാ. ഒന്ന് കാണിച്ചു കൊടുക്കടാ. ഇത്ര ഉള്ളൂ അറിയില്ല കുടിച്ചോളൂ കേട്ടോ അത് പ്ലേ പറയാൻ വായിക്കല്ലോ ഗൈസ് ലേസം പാട്ട് പാടാനെ കുറച്ച് കലാപരമായി പാടിയാലും മതി, പാടിക്കോ. നീ പാട്ടിന് രസം നോക്കണ്ട. ഇജ്ജ് പാടിയാ മതി, എന്തേലും ആയിക്കോട്ടെ. എന്ത് പാടിയാലും അള്ളാന്റെ പടച്ചോണ്ടി ഒക്കെ പാടിക്കാം എന്ത് പാടിക്കോ. അമ്പലാണ് അല്ലാഹുവിൻ്റെ ദാഹബേ ഇന്നിലേറി വന്ന അല്ലാനെ വിളിക്കാത്തവരാരുണ്ട് ഇനി ദുനിയാവിലാരുണ്ട് അല്ലാ അയ്യുൽ കയ്യൂമേ അല്ലാ ജല്ല ജലാലി അല്ലാ അയ്യുൽ കയ്യൂമേ അല്ലാ ജല്ല ജലാലി ഇനി എന്താ പാടിയൊക്കെ എടുത്തോളി. നല്ല പാട്ട് പാടാൻ കഴിവുള്ള സ്കൂൾ പാട്ട് പാടില്ലേ മദ്രസയിലോ സ്കൂളിലോ പാടല് രണ്ടിലും പാടില്ല എനിക്ക് സമ്മാനം കിട്ടിയിട്ടില്ലേ ആ. എന്താ കിട്ടീനെ ട്രോഫി ട്രോഫി അതെ ഗൈസ് ട്രോഫിയാണ് കിട്ടിയിട്ടുള്ളത് എന്നാ സാധനം എടുത്തോളി ഇനി അടിച്ചോളി എടാ ഒരു കസ്റ്റമർ കടിക്ക് വന്ന എങ്ങനെ പറയല് പറ ഇങ്ങനെ അപ്പുറത്തെ കടിക്ക് പോട്ടെ ഇല്ലേ ഓനോട് ഞാൻ ഐസ് ചോദിച്ചു പേടാ കുപ്പി ചെറുതാണ് കേട്ടോ പാത്രമല്ല കേട്ടോ അതൊക്കെയാണ് ഓന്റെ മറുപടി അനക്ക് എന്താ പറയാനുള്ളത് കട വിജയിക്കണമെന്നുണ്ടെങ്കിൽ എന്താ നല്ല 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 കോമഡി പീസ് ഒക്കെ പറയുന്നുണ്ട് അല്ല ഇതിപ്പോ എത്ര ആളാ എന്തൊക്കെ മറ്റോ എടാ നോക്കൂട്ടോ നിങ്ങൾ ഒരു കുപ്പി കുലുക്കി എന്നിട്ട് നമ്മൾ വർത്താനം അറിയട്ടെ എന്നിട്ട് പിന്നെ കുലിക്കാം. എന്നിട്ട് ബാക്കി തിന്നണോ വേണ്ടെന്ന് ആലോചിച്ചാ കജ്ജ് വറക്കാണ് പറഞ്ഞതാ എടാ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞോ ബൂസ്റ്റ് പിന്നെ ഞങ്ങൾക്ക് വിളിക്കണ്ട തരണ്ടോ അപ്പൊ എനിക്കൊന്നും അറിയില്ല ആദ്യം ഒരു കുപ്പി കുലുക്കിയേ എന്നിട്ടല്ലേ ആദ്യേ കാട്ടി കൊടുക്കുക എങ്ങനെയാണ് കുലുക്ക് കാണാൻ എല്ലാം വേണം ഈ വെയിറ്റ് ചെയ്യ് കസ്കസ് ഇട്ടു ഓക്കെ കസ്കസ് ഇട്ടു അടുത്ത് ഇടാൻ പോണ എന്താണ് പാല് വയ്ക്കാൻ വേണ്ടി പോകണ ഗൈസ് നന്നായി സർബത്തോ അത് വെച്ചിട്ടില്ല അപ്പൊ പോയി ഒരാൾ കുപ്പി കുടിക്ക് മതിയടാ എന്ത് പാലാണ് ഇങ്ങോട്ട് മതിയെന്ന് പാല് വേണ്ട പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണേ ആ ഓക്കെ മതിയാവും അല്ല ഇത് നന്നായി വെച്ചേക്കും നന്നായി ആദായ വിൽപ്പന കുലിക്കട്ടെ ഗൈസ് കുലിക്കാൻ പോകും നമ്മോട്ടാ ഇവിടെ കുലിക്കാൻ തുടങ്ങി നന്നാരൊക്കെ ആകെ പോയിക്കണം എന്നാലും വേണ്ടില്ല എന്നാലും ഇത് കുലിക്കോ എൻ്റെ ഒരു ഹാപ്പിനെസ് ആണ് ഞങ്ങൾക്ക് കിട്ടേണ്ടത് ഓനൊന്ന് ഫ്രീ ആയിട്ടൊന്ന് കുലിക്കട്ടെ ഗൈസ് ഇവിടെ താക്കണ സിത്തുപ്പ നല്ല അടിച്ചു താക്കിക്കൊണ്ടിരിക്കണ്ട് മോണ്ട അവിടെ കുലിക്കുന്നുണ്ട് ഇതൊക്കെ ചെക്കന്റെ വെറൈറ്റി കുലിക്കല് മോണ്ട മോനെ എടാ ഒരു പാട്ട് പാടി കൊടുക്കും സപ്പോർട്ടിന് കൈയടിച്ച് സപ്പോർട്ട് കജ്ജടിച്ച് സപ്പോർട്ട് ഒരാൾ മാത്രമേ കൊടുക്കുള്ളൂ അതാ സപ്പോർട്ടില്ല കേട്ടോ ആ അതന്നെ ഗൈസ് കൈയ്യടി സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ട് അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല
എടാ മതിയടാ ഇവിടായി എന്നാ ഫസ്റ്റത്തത് മാക്ക് അമ്മമാക്ക് നമുക്ക് രണ്ടാ കൂടി ഇത് മതി അല്ല കുടിച്ചോ 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 ഒരു ക്ലാസ് അടിക്കാം പൈസക്കൊക്കെ കൈയ്യട് കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ എടാ കായ് കൊടുക്കാൻ നമുക്ക് 2 ഗ്ലാസ് മതി ആകെ ആണോ സംഭാവന കുടിച്ചോളി മാമ എന്നിട്ട് എങ്ങനെയുണ്ട് നോക്കിട്ട് പറയും അടിപൊളിയാണ് അടിപൊളിയാണ് അടിപൊളിയായിട്ട് എന്താ ഉമ്മാക്ക് കൊടുക്കണേ അല്ല എല്ലാവരും ഇത് കുടിച്ചേക്ക നല്ല രസമുണ്ട് കുടിച്ചേക്ക കുലിക്കൊക്കെ മുതലാണ് കുലിക്ക് മുതലാണ് സംഭവം സെട്ടടാ ഞാന് കുടിച്ചേക്ക നമ്മോട്ടെ കുടിച്ചോ കുഞ്ഞ് അതൊന്നും കുഴപ്പമില്ല പിന്നെ ഇതൊക്കെ നമ്മളെ നാട്ടിൽ തന്നെയല്ലേ കുഴപ്പമില്ല ഒരു കുലിക്ക് എത്രയാടാ 30 3 കുലിക്ക് മതി 3 കുലിക്ക് പിന്നെ ബാക്കി അത് പോരെ മറ്റേതൊക്കെ ഉണ്ട് ജസ്വാനെ കണ്ട് മാറിക്കാണ് ഇൻട്രോട്ട് കളിക്കാണ് അതിന്റെ അടിയിൽ കൂടെ കുടിച്ചോ ഇച്ച് തിന്നാൻ പറ്റിയടാ ഇതെന്താണ് മാങ്ങ 60 എടാ 3 ആയില്ലേ 3 എടുത്ത് അപ്പൊ അപ്പൊ 60 ആയിട്ടുള്ളൂ ആണോ ആയിക്കോട്ടെ വാങ്ങാം എന്നാലും പാടില്ല പാട്ടുണ്ടോ എന്താ പറയുക ഏത് ഒച്ചയും വിളിയാക്കല്ലേ സാവധാനം ഇച്ച് ഓക്കെ നമ്മളെ ഒച്ച ഉണ്ടാക്കണ കണ്ടിട്ട് കഴിച്ച് അവിടെ ഒച്ച ഉണ്ടായിക്കൊണ്ടിരിക്കാണ് ആവൂല മക്കളെ ഇത് കഴിഞ്ഞില്ലേ എല്ലാരും കുടിച്ച ബാക്കി കുടിച്ചിട്ടുണ്ടോ തരൂല ചേട്ടാ ഇത് ഇതെടുക്ക് എന്തിനാ ഞങ്ങളോട് ഓല കച്ചവടക്കാര് ഓലോട് പറയും എടുക്കണ്ടേ അവിടെ പറഞ്ഞോ ഇതേതാ കട്ട് ഒന്ന് പറഞ്ഞു എന്നിട്ട് എന്താ എഴുതിക്കണം എന്റെ പേരാ ശ്രുതിനോ ബസ്സിന്റെ പേരൊക്കെ ബസ് വേന നിങ്ങൾക്ക് ബസ് ഉണ്ടല്ലേ ബസ്സിന്റെ പേരൊക്കെ സ്വന്തമായിട്ട് തലമ്മ അച്ചടിച്ച് നടക്കണ വ്യക്തിനെയാണ് നമ്മൾ കാണുന്നത് സെറ്റായി അടിപൊളിയായിട്ടോ സെറ്റായി എന്നോട് ഞാൻ പാലതും ഞാൻ പറഞ്ഞതല്ലേ എന്തേലൊക്കെ പരിന്ന് തലമോ ഇതൊക്കെ കാട്ടിക്കൂട്ടാന് എന്താ വേണ്ടല്ലേ ഏത് ഉമ്മ അല്ല ഇത് പിന്നെ ഏട്ടനാണല്ലോ അഭിജി തലമൊന്നും കാട്ടിയില്ല ഉണ്ടാവും രണ്ടാമത്തെ ഏട്ടൻ അനിയന്മാരാണെങ്കിൽ തലമ എന്തേലൊക്കെ കാട്ടണ്ടേ അല്ലേ പോയ സീനാട്ടോ അത് നമ്മളറിയില്ല കാട്ടിലിട്ട് ഓട്ടിക്കാതെ എടാ അത്രയായ കുലിക്കാൻ വെക്കൂലേ ആ ഓലി കുലിക്കും കേട്ടമ്മ ഓട്ടോമാറ്റിക് അങ്ങനെ പോവോ എടാ കച്ചവടം ഉണ്ടോ കടയില് ഉണ്ടോ ഞാൻ വന്നപ്പോ നല്ല ഉണ്ടല്ലേ നിങ്ങൾക്ക് കച്ചവടത്തിന്റെ മെയിൻ കമ്മി എന്താ അറിയോ ആ കുലിക്ക് റോട്ടിൽ പോയിക്കണ് കുലിക്ക് റോട്ടിൽ പോയി മതി 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 മദർസോട് എടാ മോണ്ടപ്പടം എന്താ പറയണ്ട് എന്ത് സോഡയാണ് അതിന് പറഞ്ഞ പേരാണ് മദർസോടാന്ന് ഉമ്മമാക്ക് ആളെ കറ നല്ല രസമുണ്ട് മോരും വെള്ളം എന്തൊക്കെയാണ് മദർസോടയാണല്ലോ മദർലാൻഡ് സോഡാന്നാണ് മദർസോഡാന്ന് കുടിച്ചാൽ രസമുണ്ട് ഉമ്മമാർക്ക് വേണ്ടി സ്പെഷ്യലാണ് അതാണ് മദർലാൻഡ് എന്ന് പേര് കൊടുത്തത് ആയിക്കോട്ടെ വേണ്ട മോരും വെള്ളം മരിച്ചു ആ എപ്പോ വന്നാലും അല്ല അല്ല ഇന്ന് കച്ചവടം ചെയ്ത കായില്ല അതുകൊണ്ടാണ് പോര് ജീപ്പൊക്കെ ജീപ്പ് നമ്പറൊക്കെ ഈ മദർലാൻഡ് പാളിക്കണം കേട്ടോ എന്നാ
പാളിക്കണേ GP അല്ല GP നമ്പർ ഒക്കെ കൊടുക്കണേ അല്ല കായ് എത്രയായി എനിക്കറിയില്ല അത് രസമുണ്ട് പൈനാപ്പിൾ രസമുണ്ട് കഴിച്ചു കുട്ടികളെ ഞങ്ങൾക്ക് എണ്ണ ഉണ്ടാവില്ല നിങ്ങൾക്ക് എണ്ണ ഉണ്ടോ തിന്നണീന് അതും ഓല ഉത്തര ഇതാ ഞാൻ ഒരു കാര്യം പറയട്ടെ സത്യമായിട്ട് ഇന്ന് ഇവിടെ എത്ര കച്ചവടം നടന്നു എത്ര രൂപ ഒരു 200 എടുത്തില്ലേ ഉണ്ടല്ലേ എത്ര 200 ഇപ്പൊ ഇതുവരെ 300 ഇവിടെ സത്യമായിട്ട് ഇന്ന് എത്ര കച്ചവടം നടന്നു നീ 300 ഇവിടെ 300 ചില്ലാൻ 300 ചില്ലാൻ ഇവിടെ എത്ര ഇവിടെ എത്ര കച്ചവടം നടന്നു ഇവിടുത്തെ അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ എത്ര കച്ചവടം നടന്നു ഇവിടെ ഒരു 5 5 രൂപ 50 റുപ്യന്റെ ആ റോഡിന് പോണ ആൾക്കാർ പറയണ്ടല്ലോ 50 രൂപ അതോ ഞങ്ങൾ നിന്ന് കൂട്ടണ്ട ഞങ്ങള് കായ് തരൂല കുടുംബക്കാർക്ക് കുടുംബക്കാർക്ക് കായ് വെക്കാൻ പാടില്ല എന്ത് അല്ല നിങ്ങൾ കണക്ക് കൂട്ടിയടാ വാങ്ങി പോണെന്തേലും ചെക്കന്മാരെ സഹായിച്ചു കൊടുക്കേ ഇവലെ ബിസിനസ് പറഞ്ഞു കഴിഞ്ഞാല് കണക്ക് കൂട്ടിയടാ 20 റുപ്യക്ക് അവിടുന്ന് പടക്കം വാങ്ങിക്കൊണ്ടെന്ന് 1 റുപ്യക്ക് വിൽക്കുന്ന ടീമാണിത് 20 കേട്ടോ ആ ലാഭമാണ് ഇവര് കണ്ടെത്തുന്നത് അല്ലേ ഇതിന് പടക്കം അവിടുന്ന് വാങ്ങിനെ പടക്കം നമ്മൾ വാങ്ങിയിട്ടില്ല അപ്പൊ ഞാൻ നേരത്തെ വന്നപ്പോ പടക്കം വാങ്ങിയാണല്ലോ അത് ഞങ്ങൾ ഇവിടുന്ന് കുക്കുപാന്റെ വീട്ടിൽ എന്നിട്ട് എത്ര റുപ്യക്ക് വാങ്ങിയ 85 എത്ര റുപ്യക്ക് കൊടുത്തേ 150 അപ്പൊ ഇപ്പോഴും 300 റുപ്യ ഞങ്ങളിപ്പോ തിന്നീന്റെ കണക്ക് നിങ്ങൾക്ക് കൂട്ടാൻ വെച്ചിട്ടില്ല അതെ ഞാൻ കൂട്ടി 3 പൈനാപ്പിള് 4 പൈനാപ്പിൾ 40 2 ബൂസ്റ്റ് വിളിക്ക് 60 70 80 90 റുപ്യ പിന്നെ ഓടാ അവിടുന്ന് തൊണ്ണൂറൊന്നല്ല ഇപ്പൊ 40 പൈനാപ്പിള് 60 റുപ്യ പിന്നെ മദർലാൻഡ് 120 ഇനി ഓടാ അവിടുന്ന് ഇപ്പൊ 90 120 അടിച്ചു പറയാൻ ടൈം കിട്ടിയില്ല ഇത് കച്ചവടം നടന്ന കണക്കല്ല ചോദിച്ചത് ഞങ്ങൾ തിന്നീന്റെ കണക്കത്ര അതൊന്നല്ലടാ അത് ഇത് എത്രണ്ണം വാങ്ങിക്കണം നിങ്ങൾക്ക് കണക്ക് വെച്ചിട്ടുണ്ടോ ആ കാറാ അല്ല ഇവിടെ എന്തോ പീസ് ഉള്ളത് പോയി ഇല്ല ഒന്നുമില്ല ഒന്നും നിങ്ങളെ നോക്കിയേ നിങ്ങൾ കണക്ക് തെറ്റിച്ചണ്ടോ കണക്കേ നിങ്ങൾ 170 വേറെ പ്രത്യേകത ഉണ്ട് ഇവിടെ തന്നെ നമ്മൾ പണ്ടും നമ്മൾ മുട്ടായി കച്ചവടം ഞാനൊക്കെ മുട്ടായി കച്ചവടം നടത്തി ഇതാക്കണത് സെയിം സ്പോട്ട് തന്നെയാണ് ഇവിടെ തന്നെയാണ് ഇവിടെ തന്നെ ഇതന്നെ മുട്ടായി ഉണ്ടോടാ മുട്ടായി ഉണ്ടോ ഒന്നധികമാരായിരുന്നു പുളിയൊന്നും വേണ്ട അല്ലാത്ത മതി ഒന്നും വേണ്ടേ പിന്നെന്താ വേണ്ടിയേ കോലുമുട്ടായി അല്ലാത്ത മുട്ടായില്ല അമ്മമ്മക്ക് നെല്ലിക്കാക്കണോട് കടിച്ചാൻ വെക്കൂല നേരത്തെ ഉമ്മമ്മ ആരൊക്കെ വരും പറഞ്ഞല്ലോ ഇവിടെ ആരൊക്കെയാണ് ഉമ്മമ്മ ഈ പരിപാടിക്ക് അജ്ജപ്പൻ അവിടെ അമ്പലത്തിൽ പോയി വന്നു അജ്ജപ്പം കൊയലപ്പം അയ്യപ്പന്നാ പറയല് സ്വാമി അയ്യപ്പന്നാ പറയല് സ്വാമി ഓക്കെ അജ്ജപ്പം പറഞ്ഞാൽ നമ്മളിതാ അവിടെ പോകുമ്പോ ഉണ്ടാവും അവിടെ കാണിച്ചത് അയ്യപ്പൻ എന്ന് പറഞ്ഞാലാണ് ഇത് ഓല് ദൈവം അയ്യപ്പന്നാ വിളിച്ചല്ലേ ഞാൻ അതാ പറഞ്ഞത് അതാണ് മമ്മ അജ്ജപ്പൻ എന്ന് പറഞ്ഞത് നിങ്ങൾ കണക്കൂട്ടിയാണ് കുട്ടികളെ കായ് കൊടുത്താൽ അതാ കൊടുത്താളെ എത്രയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ ചൊകിന് കണക്കൂട്ടിയാണ് 3-4 ആള് ബാക്കി നിങ്ങൾ എടുത്തോളി ബാക്കി നിങ്ങൾ എടുത്തോളി ഞങ്ങൾ തിന്നിട്ടോ പിന്നെ നിങ്ങളെ 3-4 ആള് കച്ചവടം ചെയ്താലേ പൈസ നമുക്ക് നിങ്ങൾ എന്ത് കാട്ടിയാൽ മല്ല വിൽക്കണ കായിന്റെ കണക്ക് കളിച്ച് വേണം വേണ്ട കച്ചു കൊടുത്തോളി കെട്ടിട്ടുള്ളത് നിങ്ങൾ 4 ആളല്ലേ കച്ചവടക്കാരെ നിങ്ങൾ 4 ആൾക്കും ഞാൻ തന്നാണ് 50 കേട്ടോ
ഉമ്മമ്മയുടെ കാര്യമായിട്ട് എന്തൊക്കെയാ പറയണ്ടോ? 50 റുപ്യ ബാക്കിയല്ലേ ആ നിങ്ങൾ ഇട്ടോ 4 ആൾ കൂടി കേട്ടോ. നിങ്ങൾ ചൊഗ്ഗിന് വിൽക്കണം. കുടീന്ന് കായ് കൊടുക്കാണ്ട് ഇത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി തരുന്ന കായാണ് കേട്ടോ. എല്ലാരും വാങ്ങാൻ വരാൻ പറയും. വിളിച്ചു എന്താ വേണ്ടി ഉമ്മക്ക് ഇനി വേറെ എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട. മതിയോ? അനക്കോ? എനിക്ക് മതി ഗൈസ്, മതി ഗൈസ്. എന്നാ പൈസ കൊടുത്തില്ലേ? എത്ര കൊടുത്തേ? 150 റുപ്യ സാധനത്തിന് 50 രൂപ 3 കൂടി 4 കൂടി. ഞാൻ കുറച്ചേരം മുമ്പ് വന്നിന്. ഞാൻ കുറച്ചേരം മുമ്പ് വന്നപ്പോ ഓൾക്ക് ഉദ്ഘാടനത്തിന് വേണ്ടിട്ട് ഒരു 500 രൂപ കൊടുത്തിരുന്നു. 500 രൂപ